ഹലോ ഗായ്സ്, അപ്പം ഏജൻസ് കോട്ടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ നമ്മളെടുത്ത പുതിയ വണ്ടിയാണെന്ന് തോന്നുമെങ്കിലും പുതിയ വണ്ടി തന്നെയാണ് ഗായ്സ്. ഇത് ഒരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഗായ്സ്. ഇതൊരു വല്ലാതൊരു വണ്ടിയാണ്, പക്ഷെ കാണാൻ അത്യാവശ്യം ലുക്ക് ഉണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ആണ് ഗായ്സ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല ടോർക്കൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഒരു ബേസ് മോഡലാണ് നോക്കിയത്. പക്ഷേ നമ്മൾ ടോപ്പ് മോഡലായിരുന്നു നോക്കാതിരുന്നത്. കാരണം ടോപ്പ് മോഡലാകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ കിട്ടിലൊരു അലോയൊക്കെ കിട്ടിയിരുന്നു സ്റ്റോക്കായിട്ട്. പക്ഷേ അതെനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് കുറവായിരുന്നു. പക്ഷേ നമ്മൾ തൽക്കാലം ഈ വണ്ടി തന്നെ നോക്കി ഇതങ്ങ് എടുത്തു. നമ്മളതിൻ്റെ അത് കുറേ അപ്ഗ്രേഡേഷൻ, കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പോവാണ്. നമുക്ക് അടുത്തുള്ള റിപ്പയറിങ് ഷോപ്പിലോട്ട് നമുക്ക് നേരെ പോവാം. കുഴപ്പമില്ല, വണ്ടിക്ക് ഇപ്പം തന്നെ ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. ഈ പെർഫോമൻസ് ആയിട്ട് ഞാൻ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഓൾറെഡി ടർബോ ഉള്ള വണ്ടിയാണ്. ടർബോ എഞ്ചിനാണ്, 1.5 ലിറ്റർ പെട്രോളിൻ്റെ ടർബോ എഞ്ചിനാണ്. എൻ്റെ കിട്ടില്ല വണ്ടിയാണ്. പെർഫോമൻസ് ഒക്കെ ഒരു നമ്മളിതിനകത്ത് എക്സോസ്റ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളൊരു ഗ്യാസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു തീയൊക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വണ്ടിയുടെ ടയറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല ടയറാണ്. ഇത്രയും സകല ഇതിലും വണ്ടി പൊട്ടിയിട്ടില്ല ടയർ, എന്തോ ഭാഗ്യം ഗൈസ്. ബേസ് മോഡലായതുകൊണ്ട് ബമ്പറൊക്കെ വേറെ കളറാണ് കേട്ടോ ഗൈസ്. സോ നമുക്കിതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. പോലീസിന് തട്ടി പണി കിട്ടി, ചത്തില്ലെന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും പോലീസ് പോകുന്നവരുടെ അനങ്ങാണ്ട് കടക്കാം. വാട്ടർ ലെവലിൽ പോട്ടെ, എന്നിട്ട് നമുക്ക് ശരിയാക്കുന്നു. ഗൈസ്, നമ്മളെ വാട്ടർ ലെവൽ മിന്നി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വാട്ടർ ലെവലിൽ പോയി. എന്താ പോലീസെ അറസ്റ്റ് ചെയ്യണം? വേട അല്ല പക്ഷേ പോലീസ് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിക്ക് തട്ടിയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എന്നാൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകാനൊന്നും കുഴപ്പമില്ല. വെറുതെ നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കിയതായതുകൊണ്ടും നമ്മൾ പോലീസിൻ്റെ പുറത്തെ വിട്ടിരിക്കുന്നു. വണ്ടി നല്ല നമ്മൾ മാസ് എൻട്രി ആയിരുന്നു. ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ബാക്ക്വേർഡ് ഡ്രിഫ്റ്റിംഗ് ബാക്കി നമ്മളെന്നാലും ഇവിടെ വണ്ടി കൊടുത്തിട്ട് ശേഷം നമുക്ക് പോകാൻ വേണ്ടി പോവാണ്. നമുക്ക് വണ്ടി എവിടെ കയറ്റിയിട്ട് നമുക്ക് സൈഡിലോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കെന്തായാലും നാളെ വന്നിട്ട് വണ്ടി എടുക്കാം ഗൈസ്. നാളെ അല്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. മെക്കാനിക്കിനോട് സംസാരിച്ചായിരുന്നു, ഏകദേശം 2 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം വർക്കൊക്കെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്, ഇത് കാണാണ്ടായിരിക്കാമല്ലോ. അപ്പോൾ നമുക്കെന്തായാലും നമ്മളുടെ വണ്ടിയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മളെന്തായാലും നമ്മളുടെ പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയിലോട്ട് കയറാം. ഗായ്സ്, പാട്ടാ നോക്കാണ്ടല്ലോ ഗായ്സ് ഇല്ലേ? ഓക്കെ നമ്മളുടെ വണ്ടി എന്തായാലും സെറ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. വണ്ടി ഒരു പൊട്ടിക്ക് നമ്മൾ ലോവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെർണ ചെയ്തപോലെ തന്നെ എയർ സസ്പെൻഷൻ അല്ല, നമ്മൾ കോയിൽ സ്പ്രിങ് മാറ്റിയതാണ്. വണ്ടിക്ക് ഓൾറെഡി നല്ല പെർഫോമൻസ് ആയിട്ട് നമ്മൾ ഒരു അപ്ഗ്രേഡേഷൻ വരുത്തിയിട്ടില്ല. മോനെ കിട്ടിയ സാധനം കേട്ടോ ഗൈസ്. നമ്മളുടെ മെയിൻ സാധനം ഇതിനകത്ത് എക്സോസ്റ്റ് ചെയ്ത് ഗൈസ്.
ഗൈസ് നമ്മൾ ചെയ്തതാണ് ഒരു ഫ്ലെയിം ഇൻസ്റ്റാൾ ചെയ്താണ്. റണ്ണിങ്ങിലാണ് ഗൈസിൻ്റെ മാസ സാധനം. ഇതിനകത്ത് ഫ്ലെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ഗൈസ്. എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടിക്കകത്ത് എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടൈലൈറ്റ് സ്മോക്കിങ്, അലോയ് വീൽ മാറ്റം, കളർ നമ്മൾ ഇപ്രാവശ്യം ഡിഫറൻറ്റ് പിടിച്ചാണ് ഗൈസ്. മുമ്പ് ഒരു ബ്ലൂം ബ്ലാക്കിൽ തീമിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടി. നേരത്തെ വണ്ടിക്ക് ഒരു പിങ്ക് പോലൊരു കളറായിരുന്നു. സോ നമ്മൾ എന്തായാലും മാറ്റി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി വിടുന്നതിന് പുറത്തേക്ക് എടുക്കുന്നില്ല, ടാസ്ക്കാണ്. ലോവർ ചെയ്തായതുകൊണ്ട് അടി തട്ടും ഗൈസ്. ഓക്കെ, അവിടെ തട്ടിയില്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ല ഗൈസ്. റോട്ടിലോട്ട് ഇറക്കുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഓ ഷിറ്റ് ഗായ്സ്, പുതിയ വണ്ടിയാടാ നിൽക്കാടാ. പിടിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. നമ്മുടെ വണ്ടിക്ക് നല്ലൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗായ്സ്? എടുക്കാൻ വിടൂ. അപ്പം ഇനിയൊന്നും ചെയ്യാനില്ല. നേരെ നമ്മളെ വണ്ടി പോലെ പറക്കുന്നു. നേരെ റിപ്പയറിങ് ഷോപ്പ് കയറ്റുന്നു. 500 രൂപ കൊടുക്കുന്നു, റിപ്പയർ ചെയ്യുന്നു. നമ്മൾ തിരിച്ചു വരുന്നു. ആ വണ്ടി പിന്നെ മാസമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഈ വഴി പുറത്തേക്ക് ഇറങ്ങി, ആ വഴി പോകണ്ട. ഓക്കെ, നമുക്കെന്തായാലും എന്താണ് ഡ്രൈവ് സർട്ടൻ ഡിസ്റ്റൻസ് നോക്കണേ. നമുക്കെന്തായാലും ഈ വണ്ടിയിൽ ഒരു ചെറിയൊരു റൈഡ് പോവാം. നമ്മളെന്തായാലും വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട പിന്നെ ഗൈസ്. നേരത്തെ വീഡിയോ ഒക്കെ നമ്മൾ കുറേ ഷോർട്ടായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് ലോങ് ആക്കാൻ വേണ്ടി വീഡിയോ. ഈ ഒരു കയറ്റം ഈ അടി തട്ടാണ്ട് കയറുമോ നോക്കിയാലോ. അടി തട്ടാതെ അയ്യോ, ഇവിടെ തട്ടുന്നുണ്ടല്ലേ അടി. അയ്യോ, ഓക്കെ, നമുക്കെന്തായാലും ഇവിടുന്ന് അടി തട്ടാനൊന്ന് കയറ്റി നോക്കാം. അടി തട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ അടി തട്ടും ഗൈസ്. ഇവിടെ അടി തട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ, അടി തട്ടിയിട്ടില്ല. ചെറുതായി ഒരേന്ന് സൗണ്ട് ഉണ്ട്, പക്ഷെ ഇവിടെ എന്തായാലും തട്ടും ഗൈസ്. ഓ, തട്ടി. ഓക്കെ, കുഴപ്പമില്ല. അടിച്ചെടുക്കാൻ തട്ടിയിട്ടുണ്ട്. സോ നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.